ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു സ്മാർട്ട് റിക്കവറിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇന്നും നല്ലൊരു ട്രേഡിംഗ് ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. വലിയ നഷ്ടം വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റുപ്പിയാണ്. ഡോളറിനെതിരെ വീണ്ടും പുതിയ റെക്കോർഡ് ലോ ടച്ച് ചെയ്യുകയുണ്ടായി. ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് വീണ്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇന്നലെ $110 മുകളിലൊക്കെ ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നിലച്ച സാഹചര്യത്തിൽ സമയം തീരുകയാണ് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഏകദേശം 2.5% ഒരു ഇടിവിലാണ്. ഇതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഇറാനെതിരെ നടത്താൻ പദ്ധതിയിട്ട ആക്രമണം അമേരിക്കയുടെ ഗൾഫ് അറബ് സഖ്യ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 2.5% ഇടിയാനുള്ളൊരു കാരണമായത്. എന്നിരുന്നാലും ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും $110 അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ തിങ്കളാഴ്ച ഇന്ത്യയിൽ നിന്നും ഒരു മുതിർന്ന പെട്രോളിയം ഉദ്യോഗസ്ഥൻ അറിയിച്ചത് അമേരിക്ക നൽകുന്ന സാങ്ഷൻ ഇളവുകൾ കണക്കിലെടുക്കാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ഇന്ത്യ ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് മാത്രം ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയും ഇന്ത്യയുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ സ്റ്റോക്ക് തീരാനുള്ള ഇടയുമാകും. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള എണ്ണ വാങ്ങൽ തന്നെയാണ് ഇപ്പോൾ അനുയോജ്യമായി വരുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ഇന്ത്യയുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നും അറിയിച്ചതുപോലെ 60 ദിവസത്തെ ഒരു സ്റ്റോക്ക് മാത്രമാണുള്ളത്. പെട്രോൾ കിട്ടാത്ത ഒരവസ്ഥയൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ തടയാൻ വേണ്ടി തന്നെയാവും ഗവൺമെൻറ് ഇത്തരത്തിലൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.11% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 3% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,690 എന്ന നിലയിൽ 73 പോയിൻറ്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഇന്നലെ ടെക് സ്റ്റോക്കുകളിലാണ് ഒരു ഇടിവ് കണ്ടത്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് 0.51% ഇടിവുണ്ടാക്കി. ഡൗ ജോൺസ് 0.32% ഉയർന്ന് S&P 500 0.07% ഇടിവുമാണ് ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു നല്ല റാലി അവിടെ നടത്തിയിരിക്കുന്നത് ഇൻഫോസിസ് ADR ആണ്. 4% മുകളിൽ ഉയർന്നു. വിപ്രോ ഏകദേശം 2.5% മുകളിലാണ് ഉയർന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.73% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.72% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഇനി ബിറ്റ്കോയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി വീണ്ടും ഇടിവിൽ തന്നെയാണ്. $77,000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ടോപ്പ് ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3rd ഇന്ത്യ നോർഡിക് സബ്മിറ്റ് അറ്റൻഡ് ചെയ്യും. ചില ഡാറ്റകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്നും Q1 GDP ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഡാറ്റ, US CPI ഡാറ്റ തുടങ്ങിയവയും ഇന്നാണ് പുറത്തു വരുന്നത്. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ചൈനീസ് സന്ദർശനം കൂടി ഇന്ന് ശ്രദ്ധേയമാണ്. ഇതൊക്കെയാണ് ടോപ്പ് ഇവൻറ്റ്സ് ആയിട്ട് ഇന്ന് വരുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ പുറത്തു വന്ന റിസൾട്ടിലേക്കാണ്. ആദ്യം പൂർവാങ്കര എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 110 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 88 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. കൂടാതെ റവന്യൂവിലും വൻ വർധനവ് തന്നെയാണ്. 177.3% വർദ്ധിച്ച് 1,501.9 കോടി രൂപയിലെത്തി. മറ്റൊരു കമ്പനി ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. നെറ്റ് ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 88.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി പ്രോഫിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. 110.9 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു. കൂടാതെ റവന്യൂവിലും ഇടിവ് തന്നെയാണ്. 18.9% ഇടിവ് രേഖപ്പെടുത്തി 2,613.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി JK പേപ്പേഴ്സ് ആണ്.
നെറ്റ് പ്രോഫിറ്റിൽ 36.4% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 90.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.2% വർധനമാണ് വന്നിരിക്കുന്നത്. 1966 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി GE വെർണോവ T&D ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 88.6% വർധനമാണ് വന്നിരിക്കുന്നത്. 381.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും വലിയ വർധനവ് തന്നെയാണ്. 1637.1 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 42% വർധനവാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി ഡോംസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 17.1% വർധനവ് വന്നു. 56.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.7% വർധനവാണ് രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന സ്റ്റോക്കാണ്. പ്രോഫിറ്റിൽ 87.7% വർധനവ് വന്നു. 396 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. മികച്ച ഒരു വർധനവ് തന്നെയാണ് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 7.4% വർധനവാണ്. 2208 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് എന്ന കമ്പനിയാണ്. ഒത്തിരിയേറെ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമവും അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പ്രോഫിറ്റിൽ 25.2% ഇടിവാണ് ഇക്കുറി വന്നിരിക്കുന്നത്. 340.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.4% വർധനവ് രേഖപ്പെടുത്തി. 4162.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സുബ്രോസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 6.8% വർധനവ് വന്നു. 49.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.6% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1049.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ്, സൈഡസ് ലൈഫ്സ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ആന്തം ബയോസയൻസസ്, ബ്ലാക്ക് ബക്ക്, എക്സികോം ടെലി സിസ്റ്റംസ്, കർണാടക ബാങ്ക്, മാൻകൈൻഡ് ഫാർമ, CE ഇൻഫോ സിസ്റ്റംസ്, ഓം പവർ ട്രാൻസ്മിഷൻ, PI ഇൻഡസ്ട്രീസ്, PNC ഇൻഫ്ര, ട്രൈഡൻറ്റ്, സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയവയാണ്. FIDA ഡാറ്റയിലേക്ക്. ഇന്നലെ FISും DISും ബൈയിങ്ങിലേക്ക് തിരികെ വന്നൊരു ദിവസമായിരുന്നു. കൂടാതെ FIS ഇത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ബൈയിങ്ങിലേക്ക് വരുന്നത്. അതും വലിയൊരു ബൈയിങ് തന്നെയായിരുന്നു ഇന്നലെ നടത്തിയത്. 2814 കോടി രൂപയ്ക്കാണ് അവർ ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. DIS ആവട്ടെ 2682 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, BBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.